പിയാസുനിൽ ഒടുവിൽ ഈ രാത്രിയിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അല്പമെങ്കിലും സ്വസ്ഥമായി കിടന്നുറങ്ങാം. തിരിച്ചായിരുന്നു തീരുമാനമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇനി പൊട്ടിത്തെറി വരാൻ പോകുന്നത് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ സമയം നോക്കുമായിരുന്നു, 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്തിയില്ല. തീർച്ചയായും ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിനും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാം. സുധാകരൻ 7:45 വരെ ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്ക് 7:45 വരെ ഗർജിച്ച് നിൽക്കുന്ന സിംഹമായിരുന്നു. ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയാണ് പലരും സുധാകരൻ്റെ ആ ഒരു നീക്കത്തെ പരാമർശിച്ചത്. അപ്പോൾ ഗർജിച്ച് നിൽക്കുന്ന കെ സുധാകരൻ എന്ന സിംഹം പെട്ടെന്ന് തന്നെ വന്ന് വളരെ സോഫ്റ്റായ ഒരു മാനിനെ പോലെയാവുകയാണ്. മാൻപേടയെ പോലെയായി മാറി. സുധാകരൻ പറയുന്നു, ഞാൻ പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ ചെറിയ മനുഷ്യനാണ് എന്ന് പറയുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല എന്ന് സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതിനു മുൻപ് വരെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും, ഈ തെരഞ്ഞെടുപ്പിൽ താൻ എന്തായാലും മത്സരിക്കും. ഡൽഹിയിൽ സുധാകരൻ വിമാനമിറങ്ങി മാധ്യമങ്ങൾക്ക് നടുവിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോൾ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞാൻ മത്സരിക്കും മത്സരിക്കും മത്സരിക്കും. ഒരു തവണയല്ല, ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു. മാത്രമല്ല തന്നെ അവഗണിക്കുകയാണ്, തൻ്റെ വാക്കിനൊരു വിലയുമില്ലേ എന്നൊക്കെ കൂടി പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ വാഹനത്തിലേക്ക് കയറി പോകുന്നത്. ആ നിമിഷം മുതൽ സുധാകരൻ വലിയ കലാപമാണ് ഉയർത്തിയത്. ആ കലാപം പരിഹരിക്കാൻ ഒരുപാട് ഇടപെടലുകൾ നടത്തി. അതെല്ലാം യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള ഇടപെടൽ. ഇന്ന് രാവിലെ എ.കെ. ആൻ്റണി, കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഇന്നത്തെയും ദേശീയ തലത്തിലെയും ഏറ്റവും മുതിർന്ന നേതാവാണ് എ.കെ. ആൻ്റണി എന്ന് പറയുന്നത്. ആ എ.കെ. ആൻ്റണി വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്, കെ സുധാകരൻ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും വിജയിക്കും. മാത്രമല്ല, കെ സുധാകരൻ പാർട്ടിക്ക് വിധേയപ്പെട്ട് നിൽക്കും, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വേണം. എ.കെ. ആൻ്റണി മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ചു. എ.കെ. ആൻ്റണി കെ.സി. വേണുഗോപാലുമായി സംസാരിച്ചു. എ.കെ. ആൻ്റണി രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു. സുധാകരന് സീറ്റ് നൽകുന്നത് ഗുണമാണ്. സുധാകരന് സീറ്റ് നൽകിയാൽ അത് കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂരിൻ്റെ സമീപ ജില്ലകളിൽ കൂടി കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന സന്ദേശമാണ് എ.കെ. ആൻ്റണി നൽകിയത്. ഏതായാലും ഇപ്പോൾ എന്താണ് ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനം വരാൻ പോകുന്നത് എന്ന കാര്യം നമുക്കിപ്പോഴും വ്യക്തമല്ല. ഇപ്പോൾ സുധാകരൻ്റെ വാക്കുകൾ കൃത്യമായി പരിശോധിച്ചാൽ സുധാകരൻ പറഞ്ഞത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്നാണ്. എന്നാൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിക്ക് വിധേയനാണ്, പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോകും, പാർട്ടിയെ സംബന്ധിച്ച് താൻ ചെറിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ മത്സരിക്കില്ല എന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി നിർത്തിയാൽ സ്ഥാനാർത്ഥിയാകും. അതുകൊണ്ട് ഈ പട്ടിക വരുന്നത് വരെ ഉള്ളൂ. ഒരുപക്ഷെ ഈ പട്ടികയിൽ സുധാകരൻ്റെ പേര് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാകില്ല. എന്താണ് മല്ലികാർജ്ജുൻ ഖാർഗെ അവസാന നിമിഷം കെ സുധാകരനോട് പറഞ്ഞത് എന്നതും നമുക്ക് വ്യക്തമായി അറിയില്ല. കാരണം കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളായി സിംഹത്തെ പോലെ കത്തി ജ്വലിച്ച് നിന്ന കെ സുധാകരൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞ് ഇല്ലാതായി ഏറ്റവും സോഫ്റ്റായ ഒരു മനുഷ്യനായി പാർട്ടിക്ക് വിധേയപ്പെട്ടു പോയ ആ ഒരു മന്ത്രം, ആ ഒരു സൂത്രം, ആ ഒരു മാജിക്ക് അതെന്താണെന്നറിയാൻ നമുക്ക് ഈ പട്ടിക വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അനാവശ്യ വിവാദമാണ് ഇതടക്കമുള്ള കാര്യത്തിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ അത്ര ഈസിയൊന്നുമല്ല. വളരെ പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെ പരാജയപ്പെടുത്തി കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കിയത്. കെ സുധാകരൻ്റെ കാര്യത്തിൽ മാത്രമാണ്. എത്രയൊക്കെ പ്രദേശങ്ങളിൽ വിവാദങ്ങളുണ്ട്, എത്രയൊക്കെ പ്രദേശങ്ങളിൽ, എത്രയൊക്കെ മണ്ഡലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ വരും എന്നുള്ള ഭീഷണിയുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കുകയാണ്, രാജിക്കത്ത് നൽകി. എന്നിട്ട് അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റിനെ പിന്തുണച്ചുകൊണ്ട് പിന്നീട് KSU ഭാരവാഹികളൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വരികയാണ്. KC വേണുഗോപാൽ ഇടപെട്ട് ആ രാജി പിൻവലിപ്പിച്ചു. അദ്ദേഹത്തിന് സീറ്റ് നൽകിയേക്കാം, അറിയില്ല. ഒരു തർക്കം അവസാനിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു ഭീഷണി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ രീതിയിൽ ഒരു തർക്കമില്ലാതെ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ കെ കരുണാകരൻ പണ്ട് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി, പത്രസമ്മേളനം നടത്തി, ഹൈക്കമാൻഡിനെതിരെ സംസാരിച്ച് ഒടുവിൽ ഹൈക്കമാൻഡ് ആ പട്ടിക തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാലവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡ് കോൺഗ്രസ് വിട്ടുപോയി DIC രൂപീകരിച്ചിട്ടുണ്ട് കെ കരുണാകരൻ. അങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പൊട്ടിത്തെറികളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെയുള്ള സാഹചര്യമല്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയും, ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ പറയും, കേരളത്തിൽ മാത്രം അധികാരത്തിലുള്ള പാർട്ടിയാണ് CPM, കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ബംഗാളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയാണ് CPM ഇടതുപക്ഷം എന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥയും അതുപോലെയാണ്.
കോൺഗ്രസും ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുണ്ട്? 3 സംസ്ഥാനത്തിൽ മാത്രമേ അധികാരത്തിലുള്ളൂ. കോൺഗ്രസ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ദുർബലമായി പോവുകയാണ്. ആ അർത്ഥത്തിൽ അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്ന, അനുകൂലമാകാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് പോലും ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും മര്യാദയ്ക്ക് ഇറക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അത് സമയത്തിന് ഇറക്കാൻ കഴിയുന്നില്ല. വിമർശനങ്ങൾ, വിവാദങ്ങൾ, പൊട്ടിത്തെറി, തമ്മിലടി, ഗ്രൂപ്പ് പോര്. ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഡാൻസ് ഓരോ നേതാക്കളും കളിക്കുക. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് കോൺഗ്രസിൽ ഇപ്പോഴും തുടരുന്നത്. എങ്ങനെ വിശ്വസിക്കണം ഈ കോൺഗ്രസിനെ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്ത് വിശ്വസിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടത്? 130 കോടി സ്വന്തം പാർട്ടിയിലെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത കോൺഗ്രസിന്, സ്വന്തം പാർട്ടിയിലെ ഇത്തരം വിഷയങ്ങൾ നേരിടാൻ കഴിയാത്ത കോൺഗ്രസിന് ഇപ്പോൾ അസമിൽ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ എത്ര കോൺഗ്രസ് നേതാക്കളാണ് രാജിവെച്ചു പോയത്. അപ്പോൾ സംഘടനാപരമായും രാഷ്ട്രീയപരമായിട്ടും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിന് പറ്റുന്ന വീഴ്ച നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? 103 കോടി കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നടപ്പാക്കാൻ പോകുന്നത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ 25 ലക്ഷം രൂപ ഇൻഷുറൻസ് എല്ലാ കുടുംബങ്ങൾക്കും നടപ്പാക്കാൻ പോകുന്നത്? ഈ കോൺഗ്രസ് ആണോ കേരളത്തിൽ ക്ഷേമ പെൻഷൻ നടപ്പാക്കാൻ പോകുന്നത്? നോക്കൂ, ഇതൊക്കെ സമവായത്തോടുകൂടി ചർച്ചകളിലൂടെ ആളുകളെ വിശ്വാസത്തിലെടുത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലടക്കം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ്. രാത്രി നീളെ ചർച്ചകൾ, പുലർച്ചെ വരെ ചർച്ചകൾ, അനിശ്ചിതത്വം, തർക്കം. അപ്പോൾ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം എന്നാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുന്നത്. ഒരു മുങ്ങുന്ന കപ്പൽ എന്നാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. ഒരു മുങ്ങുന്ന കപ്പലായി മാറുകയാണ് കോൺഗ്രസ്. അത് ദേശീയ തലത്തിലെടുത്ത് നോക്കിയാലും നമുക്കത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമുക്കറിയാലോ, കോൺഗ്രസിൽ ഇങ്ങനെ തമ്മിലടിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തോട് യോജിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ആളുകളുണ്ടാകും. ആ വോട്ട് എവിടേക്ക് പോകും? ഇങ്ങനെ കോൺഗ്രസ് തമ്മിലടിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ടാകും കേരളത്തിൽ. അവരാർക്ക് വോട്ട് ചെയ്യും? ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ ശിഥിലമാകുന്നതും തമ്മിലടിക്കുന്നതും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇതുപോലെ മത്സരിക്കുന്നതും ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതും, രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഗുണം ചെയ്യാൻ പോകുന്ന BJPക്കാണ്. അപ്പോൾ അതുപോലും തിരിച്ചറിയാതെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിക്കുന്നത് പോലെ ഉള്ള വലിയ ഒരു എന്താ പറയുക, കോൺഗ്രസിൻ്റെ ഈ ഒരു പിടിപ്പുകേട്. അത് സംഘടനാപരമായ കാര്യത്തിലായിക്കോട്ടെ, രാഷ്ട്രീയപരമായ നിലപാടുകളുടെ കാര്യത്തിലായിക്കോട്ടെ കോൺഗ്രസ് കാണിക്കുന്നു. ഏതായാലും ഇപ്പോൾ സുധാകരൻ്റെ ഈ വാക്കുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. കാരണം സുധാകരൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇതുപോലെയൊന്നും ആയിരുന്നില്ല, അതിരൂക്ഷമായിരുന്നു. സുധാകരൻ ഡൽഹിയിലേക്ക് വന്നത് തന്നെ നമുക്കറിയാലോ. സുധാകരൻ എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോയത്? തൻ്റെ പേര് പരിഗണിക്കാൻ പോകുന്നില്ല എന്ന സൂചന കിട്ടിയപ്പോൾ ആ നിമിഷം ഡൽഹിയിൽ നിന്ന് നേരെ സുധാകരൻ കേരളത്തിലേക്ക് പോവുകയായിരുന്നു. അവിടെ അണികളെ വിളിച്ചു വരുത്തി സുധാകരൻ, ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, എല്ലാ ഒരുക്കങ്ങൾക്കും തയ്യാറാകാൻ, എല്ലാ ഒരുക്കങ്ങളും നടത്താനാണ് സുധാകരൻ പറഞ്ഞത്. പിന്നെ രമേശ് ചെന്നിത്തല ഇടപെട്ട് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുധാകരൻ വീണ്ടും ഡൽഹിയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് സുധാകരൻ കഴിഞ്ഞ ഇത്രയും ദിവസം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് ഒരു നിമിഷം കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട്, ഒരു 2 സെക്കൻഡ് കൊണ്ട് അലിഞ്ഞുപോയ ആ ഒരു മാജിക് നമുക്ക് ഏതായാലും വ്യക്തമാകുന്നില്ല. അതിനിയും കുറച്ചുകൂടി സമയം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒത്തുതീർപ്പ് ഒരുപക്ഷെ സുധാകരന് സീറ്റ് നൽകുന്നതായിരിക്കാം. അതിനപ്പുറം അതല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ സുധാകരൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. അതുകൊണ്ട് ഇവിടെ പ്രശ്നം അവസാനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. Meet the editors.